പത്തനംതിട്ട കൊടുമണ്ണിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനിടെ ജനൻ TV ക്യാമറാമാന് നിസ്സാര പരിക്കേറ്റു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, BJP പ്രവർത്തകർ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷ സാഹചര്യം ഉടലെടുത്തു. ജനൻ TV ക്യാമറാമാൻ അടക്കം നിരവധി പേർക്ക് പരിക്കുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ്, തികച്ചും പോലീസ് അതിക്രമം എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധക്കാർക്ക് നേരെ നടപടി ഉണ്ടായത്. പ്രതിഷേധിച്ച് മന്ത്രി വീണ ജോർജിന്റെ അങ്ങോടിക്കലുള്ള വീട്ടിലേക്ക് എത്തിയ പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് അന്യായമായി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പ്രതിഷേധ മാർച്ച് തുടങ്ങി തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി. വലിയ പോലീസ് സന്നാഹമാണ് രാവിലെ മുതൽ തന്നെ വീണ ജോർജിന്റെ വീടിനും പരിസര പ്രദേശങ്ങളിലുമെല്ലാം നിലയുറപ്പിച്ചിരുന്നത്. ഇന്ന് മന്ത്രി വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം രാവിലെ മുതൽ ഇവിടെ നിലയുറപ്പിച്ചു. യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും അനുവദിക്കില്ല എന്ന് ഉറച്ച് പറയുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ നടപടികൾ ഉണ്ടായത്. പത്തനംതിട്ട BJP ജില്ലാ അധ്യക്ഷൻ VA സൂരജ് ആയിരുന്നു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടയുന്നതിനുള്ള എല്ലാ നടപടികളും ഒരുങ്ങി. തൊട്ടുപിറകെ തന്നെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് എത്തി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുകയായിരുന്നു. അതായത് BJP ജില്ലാ അധ്യക്ഷൻ VA സൂരജ് പ്രതിഷേധ മാർച്ച് സമാധാനപരമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപേ ആയിരുന്നു പോലീസിന്റെ നടപടി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ നടപടികൾ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. മാർച്ച് ഉദ്ഘാടനം ചെയ്യും മുൻപേ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. പ്രവർത്തകർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിടുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. നിരവധി പ്രവർത്തകർക്ക് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് നിലത്തുകൂടി വലിച്ചിഴച്ചാണ് ഇവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തത്. അതായത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവസരം പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇന്ന് BJP മാർച്ചിന് നേരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഉദ്ഘാടന പ്രസംഗം ഉണ്ട്, മറ്റ് നടപടികൾ, പ്രതിഷേധിക്കാനുള്ള അവസരം, അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവൻ പ്രവർത്തകരെയും വളരെ വേഗത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പോലീസിന്റെ അന്യായമായ ബലപ്രയോഗത്തിൽ ജനൻ TV ക്യാമറമാൻ അജയൻ നായർക്ക് വീണ് പരിക്കേറ്റു. ഈ മാധ്യമ പ്രവർത്തകരെ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പകർത്താൻ സ്വതന്ത്രമായി അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. അങ്ങനെയാണ് ബലപ്രയോഗം പോലീസ് അന്യായമായി പ്രവർത്തകർക്ക് നേരെ നടത്തുന്നതിനിടയിൽ ഇത് ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച ജനൻ TV ക്യാമറമാൻ അജയൻ നായർക്ക് മറിഞ്ഞു വീണ് പരിക്കേൽക്കുകയും കാലിനും നടുവിനും നിസ്സാരമായ പരിക്ക് ഏൽക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഈ അന്യായമായ അതിക്രമത്തിനെതിരെയും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും ഇന്നും തുടർ മണിക്കൂറുകളിലും ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം നടത്താൻ ഒരുങ്ങുകയാണ് BJP ജില്ലാ കമ്മിറ്റി. തീർച്ചയായും പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് അത് വലിയ മർദ്ദനമുറകൾ സ്വീകരിച്ചു. അതേ തുടർന്നാണ് ജനൻ TV ക്യാമറാമാൻ അജയൻ അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റത്. എന്തായാലും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇത് ചിത്രീകരിക്കുന്നതിനിടെയാണ് ജനൻ TV ക്യാമറാമാൻ അജയന് പരിക്കേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.